Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള യൂത്ത്. കേരളത്തിൽ ഒരു യുവാവ് കിൽസ് കൊലപ്പെടുത്തുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇവിടെ ഇത് കൊലപ്പെടുത്തി എന്ന് വായിക്കണം, പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് കിൽഡ് എന്ന് വായിക്കണം. കേരള യൂത്ത് കിൽഡ്. കേരളത്തിൽ ഒരു യുവാവ് കൊലപ്പെടുത്തി. ബോയ് ഒരു ആൺകുട്ടിയെ. ആഫ്റ്റർ അതിനെ തുടർന്ന്. ഹി അവൻ ആ ആൺകുട്ടി. ത്രട്ടൺസ് ത്രട്ടൺ എന്നാൽ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, മുന്നറിയിപ്പ് നൽകുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി ത്രട്ടൺസ് ആ ആൺകുട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് ത്രട്ടൺഡ് എന്ന് വായിക്കണം. ഭീഷണിപ്പെടുത്തി. ടു റിവീൽ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക. സെക്ഷുവൽ അബ്യൂസ് ബിഡ്. ബിഡ് എന്നാൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമം എന്നുള്ള അർത്ഥമാണ്. ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമം, ചൂഷണം ചെയ്യാനുള്ള ശ്രമം, അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഈ ആൺകുട്ടി ഭീഷണിപ്പെടുത്തി. അതിനെ തുടർന്ന് ഈ യുവാവ് ആ ആൺകുട്ടിയെ കൊലപ്പെടുത്തി. ഹെൽഡ് പിടിക്കപ്പെട്ടു. ഈ കൊലപ്പെടുത്തിയ വ്യക്തി യുവാവ് പിടിക്കപ്പെട്ടു. തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം. ദ മാള പോലീസ് ഓൺ ഫ്രൈഡേ. മാള പോലീസ് വെള്ളിയാഴ്ച ദിവസം അറസ്റ്റ് ചെയ്തു. എ 20-year-old യൂത്ത് 20 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനെ. ഫോർ ദി അലേജ്ഡ് മർഡർ ഓഫ് എ 6-year-old ബോയ്. അലേജ്ഡ് എന്നാൽ കരുതപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന, ഇതൊക്കെയാണ് അർത്ഥം. പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രക്കാർ പറയുകയാണ്. അതാണ് അലേജ്ഡ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. 6 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മാള പോലീസ് ഒരു 20 വയസ്സ് പ്രായമുള്ള യുവാവിനെ അറസ്റ്റ് ചെയ്തു. അറ്റ് കൂയൂർ ദ ഡേ ബിഫോർ. ഈ കൂയൂർ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഒരു ദിവസം മുമ്പ്. പോലീസ് പറഞ്ഞു. ജോജോ ദി അക്യൂസ്ഡ് എന്ന് വെച്ചാൽ പ്രതിയായിട്ടുള്ള ജോജോ കൺഫസ് എന്നാൽ കുറ്റം സമ്മതിക്കുക എന്നുള്ള അർത്ഥം. കുറ്റം സമ്മതിച്ചു. ടു ട്രൈങ് ടു സെക്ഷലി അബ്യൂസ് ദ ബോയ്. ആ ആൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഈ പ്രതിയായിട്ടുള്ള ജോജോ സമ്മതിച്ചു എന്ന് പോലീസ് പറഞ്ഞു. അബേൽ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ആൻഡ് കില്ലിങ് ഹിം. അവനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം അവനെ കൊലപ്പെടുത്തിയെന്നും അവൻ സമ്മതിച്ചു. ബൈ പുഷിങ് തള്ളിയിട്ടുകൊണ്ട് ഹിം അവനെ ഇൻ എൻ അൺയൂസ്ഡ് മഡി പോണ്ട്. അൺയൂസ്ഡ് എന്നാൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. പോണ്ട് എന്നാൽ കുളം. ഒരു ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന കുളത്തിലേക്ക്. മഡി എന്നാൽ ചെളി നിറഞ്ഞ ഒരു കുളത്തിലേക്ക്. ചെളി നിറഞ്ഞ ഉപയോഗിക്കപ്പെടാത്ത ഒരു കുളത്തിലേക്ക് അവനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നും ഈ പ്രതി സമ്മതിച്ചു. വെൻ എന്നാൽ ആ സമയത്താണ് ഈ പ്രതി ഇത് ചെയ്തത്. ഹി ത്രട്ടൺഡ് അവൻ ഭീഷണിപ്പെടുത്തി. ആൺകുട്ടി ഭീഷണിപ്പെടുത്തി. ടു റിവീൽ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. ദി ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ സംഭവം. ടു ഹിസ് മദർ അവൻ്റെ അമ്മയോട്. ഈ പീഡിപ്പിക്കാൻ പ്രതി ശ്രമിച്ചു എന്നുള്ള സംഭവം ഇത് അമ്മയോട് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൺകുട്ടി ഭീഷണിപ്പെടുത്തി. ആ സമയത്താണ് ഈ പ്രതി ഈ ആൺകുട്ടിയെ ഈ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ആസ് പെർ ദ പോലീസ് പറയുന്ന വിവരമനുസരിച്ച്, പോലീസ് പറയുന്നത് പ്രകാരം മരണപ്പെട്ട ആബേൽ ദ സൺ ഓഫ് അജീഷ് എന്നു പേരുള്ള വ്യക്തിയുടെ മകനാണ്. ആ ആൺകുട്ടി ഹാഡ് ഗോൺ ഔട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ടു പ്ലേ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ. അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് നിയർ ഹിസ് ഹൗസ് അവൻ്റെ വീടിനടുത്തുള്ള പ്ലേ ഗ്രൗണ്ടിലേക്ക്, കളിമൈതാനത്തിലേക്ക് സുഹൃത്തുക്കളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്
പോയതായിരുന്നു. ഇൻ മാള ഓൺ തേഴ്സ്ഡേ ഈവനിങ്. വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം അവൻ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്ലേഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, സുഹൃത്തുക്കളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. അബേൽസ് ഫ്രണ്ട്, അബേലിൻ്റെ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തു അബേൽസ് ഫ്രണ്ട്സ് റിപ്പോർട്ടഡ് ഹിം മിസ്സിംഗ്. അബേലിൻ്റെ സുഹൃത്തുക്കൾ അവനെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. വെൻ ഹിസ് പാരൻസ്, ആ സമയത്ത് അവൻ്റെ മാതാപിതാക്കൾ കെയിം ലുക്കിംഗ് ഫോർ ഹിം, അവനെ തിരയാൻ വേണ്ടിയിട്ട് വന്നു. അറൗണ്ട് 6:30 PM എ സെർച്ച് വാസ് ലോഞ്ച്ഡ്. ലോഞ്ച് എന്നാൽ ഇവിടെ തുടങ്ങുക എന്നുള്ള അർത്ഥം. എ സെർച്ച് എന്നാൽ ഒരു തിരച്ചിൽ. ഏകദേശം വൈകുന്നേരം 6:30 മണി സമയത്ത് ഒരു തിരച്ചിൽ ആരംഭിച്ചു. വി സെർച്ച്ഡ്, ഞങ്ങൾ തിരഞ്ഞു. എവരി കോർണർ ഓഫ് ദ നെയ്ബർഹുഡ് എന്നാൽ അയൽപ്പക്കം. അയൽപ്പക്കത്തെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങൾ തിരഞ്ഞു. ഇൻക്ലൂഡിങ് അനദർ അന്യൂസ്ഡ് പോണ്ട്. ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം, അനദർ എന്നാൽ മറ്റൊരു ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന കുളത്തിൽ അടക്കം ഞങ്ങൾ തിരഞ്ഞു. ചിൽഡ്രൻ, കുട്ടികൾ, യൂഷ്വലി സാധാരണയായി, ഡോണ്ട് ഗോ പോകാറില്ല, നിയർ ദ പോണ്ട്സ് ഈ കുളങ്ങൾക്ക് അടുത്തേക്ക് സാധാരണയായിട്ട് കുട്ടികൾ പോകാറില്ല. ചിൽഡ്രൻ യൂഷ്വലി ഡോണ്ട് ഗോ നിയർ ദ പോണ്ട്സ്. ആസ് വി ഹാവ് അഡ്വൈസ്ഡ് ദം എഗെയിൻസ്റ്റ് ഇറ്റ്. ആസ് എന്നാൽ ആയതുകൊണ്ട് എന്നുള്ള അർത്ഥം. അഡ്വൈസ് എന്നാൽ ഉപദേശിക്കുക. എഗെയിൻസ്റ്റ് ഇറ്റ് എന്നാൽ അതിനെതിരായിട്ട്, ഈ കുളത്തിനടുത്തേക്ക് പോകുന്നതിന് എതിരായിട്ട് ഞങ്ങൾ ഉപദേശിക്കാറുണ്ട്. ആയതുകൊണ്ട് കുട്ടികൾ സാധാരണയായിട്ട് കുളങ്ങൾക്കടുത്തേക്ക് പോകാറില്ല. സെഡ് റാഫി എ റെസിഡൻറ്റ്. അവിടെയുള്ള ഒരു താമസക്കാരനായിട്ടുള്ള റാഫി പറഞ്ഞു. ജോജോ, പ്രതിയായിട്ടുള്ള ജോജോ, ഹു ലിവ്സ് അറൗണ്ട് 250 മീറ്റർ അവേ ഫ്രം ദ പോണ്ട്. ആ കുളത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം 250 മീറ്റർ ദൂരെ താമസിക്കുന്ന ജോജോ ഓൾസോ ജോയിൻ ദ സെർച്ച്. ഈ തിരച്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ജോജോ അടക്കം പങ്കെടുത്തു. ഈ ജോജോയും ഈ തിരച്ചിലിൽ ചേർന്നു. ഏകദേശം 250 മീറ്റർ ഈ കുളത്തിനടുത്തു നിന്നും ദൂരെ താമസിക്കുന്ന ജോജോ അടക്കം ഈ തിരച്ചിലിൽ പങ്കുചേർന്നു. ഹി ടോൾഡ് അവൻ പറഞ്ഞു, ദ റെസിഡൻസ് അവിടെയുള്ള പരിസരവാസികളോട് അവൻ പറഞ്ഞു, ദാറ്റ് ഹി ഹാഡ് സ്പോട്ട് എന്നാൽ ഇവിടെ കാണുക എന്നുള്ള അർത്ഥം. ഹി ഹാഡ് സ്പോട്ടഡ് ആബേൽ. ഈ ആബേൽ എന്നു പേരുള്ള ഈ മരണപ്പെട്ട ആൺകുട്ടിയെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവൻ താമസക്കാരോട് പറഞ്ഞു. നിയർ ദ പോണ്ട്, ആ കുളത്തിനടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ്ക്ഡ് ഹിം ടു ലീവ്. ആസ്ക് എന്നാൽ ഇവിടെ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ലീവ് എന്നാൽ പോകുക. അവിടെ വച്ച് അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതി അവനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞു എന്ന് അവൻ അവിടെയുള്ള പരിസരവാസികളോട് ഈ പ്രതിയായിട്ടുള്ള ജോജോ പറഞ്ഞു. വെൻ പീപ്പിൾ ക്വസ്റ്റ്യൻഡ് ഹിം, ആളുകൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ, ആ സമയത്ത്, വെൻ എന്നാൽ ആ സമയത്ത്, വെൻ പീപ്പിൾ ക്വസ്റ്റ്യൻഡ് ഹിം ആളുകൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ ആ സമയത്ത്, ഹി സ്റ്റുഡ് ഫേം അവൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. ആൻസർഡ് അവൻ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ആബേൽ റാൻ അവേ വെൻ ഹി വാസ് ആസ്ക്ഡ് ടു ലീവ്. ആബേൽ റാൻ അവേ, ആബേൽ ഓടിപ്പോയി. വെൻ ഹി വാസ് ആസ്ക്ഡ് ടു ലീവ്, അവനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞ സമയത്ത് ആബേൽ ഓടിപ്പോയി എന്ന് ഈ പ്രതി പറഞ്ഞു. ഈ മൊഴിയിൽ ഈ പ്രതി ഉറച്ചു നിന്നു, ജനങ്ങൾ അവനെ ചോദ്യം ചെയ്ത സമയത്ത്. നോട്ട് കൺവിൻസ്ഡ് ആളുകൾ വിശ്വസിച്ചില്ല. വിത്ത് ഹിസ് വേർഷൻ അല്ല ഇവിടെ വിവരണം എന്നാണ് അർത്ഥം. അവൻ പറഞ്ഞ ഈ കാര്യങ്ങളോട് ആളുകൾ വിശ്വസിച്ചില്ല. വേർഷൻ ഓഫ് ദി ഈവൻസ് എന്നാൽ നടന്ന കാര്യം. ഇങ്ങനെ ഒരു കാര്യം ജോജോ പറഞ്ഞു. ഈ കാര്യം ജനങ്ങൾ വിശ്വസിച്ചില്ല. ദ റെസിഡൻസ് പരിസരവാസികൾ അലേർട്ടഡ് ദ പോലീസ്. ഈ പരിസരവാസികൾ പോലീസിനെ അറിയിച്ചു. അവിടെയുള്ള താമസക്കാർ അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. അവർ പോലീസിനെ അറിയിച്ചു. റൂറൽ SP ബി കൃഷ്ണകുമാർ സെഡ്. റൂറൽ SP ആയിട്ടുള്ള ബി കൃഷ്ണകുമാർ പറഞ്ഞു, ദേ ചെക്ക്ഡ് ജോജോസ് ബാക്ക്ഗ്രൗണ്ട്.
ബാക്ക്ഗ്രൗണ്ട് എന്നാൽ ഇവിടെ അർത്ഥം ഒരു വ്യക്തിയുടെ ജീവിത പശ്ചാത്തലം എന്നുള്ള അർത്ഥമാണ്. ഈ പ്രതിയായിട്ടുള്ള ജോജോയുടെ ജീവിത പശ്ചാത്തലത്തെ പറ്റിയിട്ട് പോലീസുകാർ പരിശോധിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം, അവൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിയ, ജീവിത പശ്ചാത്തലം മനസ്സിലാക്കിയ പരിശോധിച്ച പോലീസ് അവനെ ചോദ്യം ചെയ്തു. വൈൽ, അതേസമയം ഹി ഡിഡിൻറ്റ് കൺഫസ് അറ്റ് ഫേസ്റ്റ്. കൺഫസ് എന്നാൽ കുറ്റം സമ്മതിക്കുക. ഹി ഡിഡിൻറ്റ് കൺഫസ്, അവൻ കുറ്റം സമ്മതിച്ചില്ല. അറ്റ് ഫേസ്റ്റ്, ആദ്യത്തിൽ അവൻ അതേസമയം കുറ്റം സമ്മതിച്ചില്ല. ജോജോ അഡ്മിറ്റഡ്, ജോജോ സമ്മതിച്ചു. ടു ദ ക്രൈം, ഈ കുറ്റകൃത്യം ചെയ്തതായിട്ട് ജോജോ സമ്മതിച്ചു. ആഫ്റ്റർ ദ പോലീസ് ചെക്ക്ഡ് ദ CCTV വിഷ്വൽസ്, CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിനുശേഷം ജോജോ ഈ കുറ്റം സമ്മതിച്ചു, കുറ്റകൃത്യം ചെയ്തതായിട്ട് സമ്മതിച്ചു. അതേസമയം ആദ്യത്തിൽ അവൻ കുറ്റം സമ്മതിച്ചില്ല. ആൻഡ് കൺഫേംഡ്, ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം സ്ഥിരീകരിച്ചു. ദാറ്റ് അബേൽ വാസ് ലാസ്റ്റ് സീൻ വിത്ത് ഹിം, ഈ മരണപ്പെട്ട അബേലിനെ അവസാനമായി ഈ ജോജോയുടെ കൂടെയാണ് കണ്ടത്. കൃഷ്ണകുമാർ സെഡ്, പോലീസ് പറഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥനായുള്ള കൃഷ്ണകുമാർ പറഞ്ഞു, ജോജോയെ ഈ അബേലിനെ അവസാനമായിട്ട് കണ്ടത് ഈ പ്രതിയായിട്ടുള്ള ജോജോയുടെ കൂടെയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഈ പ്രതി കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചു. അതേസമയം പ്രതി ആദ്യത്തിൽ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചില്ല. ജോജോ സെഡ്, പ്രതിയായിട്ടുള്ള ജോജോ പറഞ്ഞു, ഹി ട്രൈഡ് ടു സെക്ഷലി അബ്യൂസ് ദ ബോയ്, ഈ ആൺകുട്ടിയെ അദ്ദേഹം ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ബട്ട് ദ ലാറ്റർ റെസിസ്റ്റഡ്. ലാറ്റർ എന്നാൽ ഒടുവിൽ പറയപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഒടുവിൽ പറയപ്പെട്ട വ്യക്തി ആരാണ്? ഈ ആൺകുട്ടി. ബട്ട് ദ ലാറ്റർ റെസിസ്റ്റഡ്, ഈ ആൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദ ലാറ്റർ റെസിസ്റ്റഡ്, ഈ ആൺകുട്ടി മുമ്പ് പറഞ്ഞിട്ടുള്ള, ഇവിടെ ലാറ്റർ ആരാണ്? മുമ്പ് പറയപ്പെട്ട വ്യക്തി ബോയ്. ഈ ആൺകുട്ടി റെസിസ്റ്റഡ്, പ്രതിരോധിച്ചു. ആൻഡ് വെൻ ദ ബോയ് സെഡ് ഹി വുഡ് ഷെയർ ദ ബിറ്റർ എക്സ്പീരിയൻസ് വിത്ത് ഹിസ് മദർ. വെൻ എന്നാൽ ആ സമയത്ത്, ദ ബോയ് സെഡ് എന്നാൽ ആ ആൺകുട്ടി പറഞ്ഞു, ഹി വുഡ് ഷെയർ അവൻ പങ്കുവെക്കും, അവൻ പറയും, ദ ബിറ്റർ എക്സ്പീരിയൻസ്. ബിറ്റർ എന്നാൽ അർത്ഥം കയ്പുള്ള, അവൻ്റെ ഈ കയ്പു നിറഞ്ഞ അനുഭവം അവൻ്റെ അമ്മയോട് പങ്കുവെക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ്റെ കയ്പേറിയ അനുഭവം അവൻ്റെ അമ്മയോട് പറയുമെന്ന് പറഞ്ഞ സമയത്ത് ജോജോ അലേജഡ്ലി പുഷ്ഡ് ഹിം ഇൻ ടു ദ പോണ്ട്, പ്രതിയായിട്ടുള്ള ജോജോ അവനെ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. സെഡ് ദി ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആഫ്റ്റർ 9 PM, രാത്രി 9 മണിക്ക് ശേഷം, ഫോളോവിങ് ജോജോസ് കൺഫെഷൻ എന്നാൽ കുറ്റം സമ്മതിക്കൽ, ജോജോയുടെ കുറ്റം സമ്മതിക്കലിനെ തുടർന്ന് ദ പോലീസ് റിക്കവേർഡ്, പോലീസ് കണ്ടെടുത്തു. ദ ചൈൽഡ്സ് ബോഡി, ആ കുട്ടിയുടെ മൃതശരീരം പോലീസ് കണ്ടെടുത്തു. ഹി വാസ് പ്രൊഡ്യൂസ്ഡ്, അവനെ ഹാജരാക്കി. ഇൻ കോർട്ട്, കോടതിയിൽ അവനെ ഹാജരാക്കി. ആഫ്റ്റർ എവിഡൻസ് കളക്ഷൻ, തെളിവ് ശേഖരിക്കലിന് ശേഷം അവനെ കോടതിയിൽ ഹാജരാക്കി. ആൻഡ് പ്ലേസ്ഡ് ഇൻ റിമാൻഡ്, തെളിവ് ശേഖരിക്കലിന് ശേഷം അവനെ റിമാൻഡ് ചെയ്തു. ഹി ഹാഡ് ബീൻ കൺവിക്റ്റഡ്, കൺവിക്റ്റ് എന്നാൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥം. ഹി ഹാഡ് ബീൻ കൺവിക്റ്റഡ്, അവൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇൻ എ തെഫ്റ്റ് കേസ്, ഒരു മോഷണ കേസിൽ അവൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. വെൻ ഹി വാസ് യങ്ങർ, അവൻ കുട്ടിയായിരുന്ന സമയത്ത് അവൻ ഒരു മോഷണ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആൻഡ് സെൻറ്റ് ടു എ കറക്ഷണൽ ഹോം, ചെറിയ കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ അയക്കുന്ന സ്ഥലമാണ് കറക്ഷണൽ ഹോം. ആ കറക്ഷണൽ ഹോമിലേക്ക് അവനെ മുമ്പ് അയച്ചിരുന്നു. അവൻ ഒരു മോഷണ കേസിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു കറക്ഷണൽ സെൻറ്ററിലേക്ക് അവനെ അയച്ചിരുന്നു.